അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട നാസിലി ഇമാം റളിയല്ലാഹു അൻഹു അവരുടെ മുജറബാത്തുകളിൽ നമ്മുടെ ആവശ്യപൂർത്തീകരണത്തിന്, ഉദ്ദേശ സഫലീകരണത്തിന് ഒരുപാട് മാർഗ്ഗങ്ങൾ പറയുന്നുണ്ട്. പലതും നമ്മുടെ ചാനലിലൂടെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് അതൊക്കെ ജീവിതത്തിൽ വലിയ ഫലങ്ങളാണ് ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഇന്ന് സൂറത്തുൽ ഫാത്തിഹയുടെ വലിയൊരു മുജറബാത്ത് ബഹുമാനപ്പെട്ട നാസിലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ച് തരാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ. ഇൻഷാ അല്ലാഹ് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും, ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട നാസിലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരാൾ അവന് ഏറ്റവും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ഉദ്ദേശം എത്രയും പെട്ടെന്ന് നടക്കേണ്ട ഒരു ഉദ്ദേശം അവനിക്കുണ്ട്, അതവനിക്ക് പൂർത്തിയായി കിട്ടണം എന്ന ലക്ഷ്യമുണ്ടെങ്കിൽ അവൻ കൃത്യമായിട്ട് നല്ലതുപോലെ എല്ലാ സുന്നത്തുകളും പകർത്തി ഒരു ഉളു ചെയ്യുക. സുന്നത്തുകൾ പകർത്തിയിട്ടുള്ള താമായ ഉളു, എല്ലാ സുന്നത്തുകളും എടുത്തുകൊണ്ട് ആത്മാർത്ഥമായി നല്ല രീതിയിലൊരു ഉളു, അതിനൊരു 916 പവർ ഉണ്ടാകണം. അത്രയും പ്യൂറായിട്ട് എല്ലാ സുന്നത്തുകളും എടുത്തുകൊണ്ടുള്ള ഒരു ഉളു. ആ ഉളു എടുത്ത് ഖിബിലക്ക് മുന്നിട്ട് ഇരിക്കുക. അപ്പോൾ ഇരിക്കുമ്പോൾ 2 റക്അത്ത് ഹാജത്തിൻ്റെ സുന്നത്ത് നിസ്കരിച്ചാൽ ഏറ്റവും ബെസ്റ്റ്. ഇല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ച ശേഷം ഖിബിലക്ക് മുന്നിട്ടിരിക്കുക. ഖിബിലക്ക് മുന്നിട്ടിരുന്ന് ഞാൻ ഈ പറയുന്ന രീതിയിൽ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യണം. ഒരു നിബന്ധനയുണ്ട്, ഇടയ്ക്ക് ഒരക്ഷരം പോലും സംസാരിക്കാൻ പാടില്ല. ദുന്യവിയായോ അഖ്റവിയായോ ഇത് മാത്രം അതിൻ്റെ ചൊല്ലണം, ഓതണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു സംസാരങ്ങളൊന്നും വരാൻ പാടില്ല. പൂർണ്ണമായിട്ടും ഇതിനൊക്കെ മാറി നിൽക്കണം. ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഖിബിലക്ക് മുന്നിട്ടിരുന്ന് ഒന്നുകിൽ 120 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതുക, ഇല്ലെങ്കിൽ 313 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതുക, ഇല്ലെങ്കിൽ 1000 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതുക. ഏറ്റവും പ്രധാനമായിട്ട് എണ്ണി പറഞ്ഞിട്ടുള്ളത് 1000 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ നമ്മളൊരു ഉദ്ദേശം പൂർത്തീകരണത്തിന് വേണ്ടി ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുന്നു, സൂറത്തുൽ ഫാത്തിഹ ഓതുന്നു. ഇങ്ങനെ ഒരു 3 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസമോ അല്ലെങ്കിൽ 7 ദിവസം ഏതും തിരഞ്ഞെടുക്കാം. ചുരുങ്ങിയത് നമുക്കൊരു 5 ദിവസമെങ്കിലും ചെല്ലാൻ പറ്റണം. ഇതേപോലെ ഇടയ്ക്ക് സംസാരിക്കാതെ നമ്മൾ ആദ്യം എത്രയാണോ സൂറത്തുൽ ഫാത്തിഹ ഓതിയ അതേ രീതിയിൽ ബാക്കിയുള്ള ദിവസങ്ങളിലും നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതി ഇൻഷാ അല്ലാഹ് അവസാന ദിവസം ഉണ്ടല്ലോ, ആ അവസാന ദിവസം സൂറത്തുൽ ഫാത്തിഹ ഓതാനിരിക്കുന്നതിന് മുമ്പ് നല്ലൊരു നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു സ്വതക്ക, ഒരു പാവങ്ങൾക്കോ അല്ലെങ്കിൽ ദീൻ്റെ സ്ഥാപനങ്ങൾക്കോ മറ്റോ നൽകി നമ്മൾ ഫാത്തിഹ ഓതാൻ വേണ്ടി ഇരിക്കുക. കൃത്യമായിട്ട് ഓരോ ഫാത്തിഹ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്ക് സംസാരിക്കേണ്ട എന്ന് മാത്രമല്ല, മറ്റു തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതാൻ വേണ്ടി ശ്രമിക്കണം. എന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ പൂർത്തിയാക്കി കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് കരഞ്ഞ വിഷയങ്ങൾ പറയാം. ഇങ്ങനെ കാര്യങ്ങളുണ്ട് റബ്ബേ, എനിക്കൊന്ന് പൂർത്തിയായി കിട്ടണം. ഈ സൂറത്തുൽ ഫാത്തിഹയുടെ പോരിശ കൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ ഫതഹ് ഉണ്ടാക്കി തരണേ അല്ലാഹ് എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചോദിച്ചു നോക്ക്. ഉറപ്പാണ്, നിങ്ങൾ ചെയ്തത് പ്യൂറാണെങ്കിൽ, ആത്മവിശ്വാസത്തോടെ ആണെങ്കിൽ അള്ളാഹു അതിന് ഫലം തരും, ഒരു സംശയവും വേണ്ട. ഉറപ്പാണ്, അള്ളാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി എല്ലാ പ്രയാസങ്ങളും മാറ്റി ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് അള്ളാഹു സഫലമാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യാനുസരണം ഇത്തരം നല്ല അമാലുകൾ നമ്മൾ ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.